സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി മുൻകൈയെടുത്തു നടത്തുന്ന ഹൃദ്യം ജീവകാരുണ്യ പദ്ധതിയിലൂടെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ശ്രീകുമാറിന്റെ ഭാര്യ ബിന്ദുവിന് 7 ലക്ഷത്തോളം രൂപ ചെലവുള്ള വാൽവ് മാറ്റിവെക്കൽ ആലുവ രാജഗിരി ആശുപത്രിയിൽ സൗജന്യമായി ചെയ്തു. ചെലവ് മുഴുവൻ ആശുപത്രി അധികൃതർ വഹിക്കുകയായിരുന്നു. ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണലും രാജഗിരി ആശുപത്രിയുമാണ് ഹൃദ്യം പദ്ധതി നടപ്പാക്കുന്നത്. ശ്രീകുമാർ സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന അവസ്ഥയിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഭാര്യയും രോഗിയായത്. ശ്വാസമുട്ടലും കിതപ്പും കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബിന്ദു അഡ്മിറ്റായി. ഹൃദയവാൽവിൽ ചോർച്ചയും ചുരുക്കവും കണ്ടെത്തി. വാൽവ് മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. സ്ട്രോക്കിനു ശേഷം പെയിന്റിംഗ് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ശ്രീകുമാറിന് പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിചയക്കാരൻ വലിയവിള സ്വദേശി അഡ്വക്കേറ്റ് അനിൽ വി നാഗേന്ദ്രൻ മുഖേന മുൻമന്ത്രി ജോസ് തെറ്റയിലിനെ കണ്ടു. ലോ കോളേജിൽ തന്റെ ജൂനിയറായിരുന്ന മമ്മൂട്ടിയെ ജോസ് തെറ്റയിൽ വിവരമറിയിച്ചു. തുടർന്ന് ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഡോക്ടർ ശിവ് കെ നായരുടെ മേൽനോട്ടത്തിലായിരുന്നു ശസ്ത്രക്രിയ. കഴിഞ്ഞ ദിവസം ബിന്ദു വീട്ടിലേക്ക് മടങ്ങി. മമ്മൂട്ടിയോടും ആലുവ രാജഗിരി ആശുപത്രിയോടും കടപ്പാടുണ്ടെന്ന് ബിന്ദു പറഞ്ഞു. സാധുക്കൾക്ക് ആശ്രയം ഹൃദ്യം. 2022 മെയ് 25 തുടങ്ങിയ ഹൃദ്യം പദ്ധതിയുടെ ഭാഗമായി നിരവധി രോഗികൾക്ക് സൗജന്യമായും 50ഓളം രോഗികൾക്ക് കുറഞ്ഞ നിരക്കിലും ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞതായി കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ കെ മുരളീധരൻ പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മമ്മൂട്ടിയുമായി സഹകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് സിഇഒ ഫാദർ ജോൺസൺ വാഴപ്പിള്ളി പറഞ്ഞു.